യെസ്, കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന് പറഞ്ഞ സിനിമ ഫെബ്രുവരി 27 വേൾഡ് വൈഡ് റിലീസാണ്. കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഫസ്റ്റ് ഭാഗം തന്നെ ഇവിടെ എന്തെല്ലാം രീതിയിൽ ഒരു വിവാദ വിഷയങ്ങളായെന്നും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കിയെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ സിനിമയുടെ ഒരു ആവശ്യകത, കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഈ സിനിമയുടെ ആവശ്യകത എന്താണെന്ന് പിന്നെ ചിന്തിക്കുന്നത്. ഒരു സിനിമ എടുക്കാം, ഞാൻ ഒരിക്കലും ആ സിനിമയെ വിമർശിക്കാനോ ഒന്നും ശ്രമിക്കില്ല. പക്ഷേ ആ സിനിമയിൽ വർഗീയത അല്ലെങ്കിൽ തീവ്രവാദം, അങ്ങനെയുള്ള തീവ്രവാദ സംഘടന അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഒരു മോശമായിട്ട്, ഇപ്പോൾ ഏത് മതമായിക്കൊണ്ട് പോട്ടെ, അതിൻ്റെ ഒരു മോശവശങ്ങളെടുത്ത് കാണിച്ച് തമ്മിലടുപ്പിക്കാൻ നോക്കുന്ന ഒരു പ്രവണതയാണ് ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റുന്നത് ഞാൻ പറയും. അങ്ങനെയാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ തീമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംസ്, ഇസ്ലാമിക്, അവർ കേരളത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ കേരളത്തിലുള്ള പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റി കല്യാണം കഴിച്ച് IS പോലെയുള്ള തീവ്രവാദി സംഘടനകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു തീമാണ് ഈ സിനിമയിൽ പറയുന്നത്. അതിൻ്റെ മറ്റൊരു വെർഷനാണ് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്ന കേരള സ്റ്റോറി 2 കാണിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഓരോ മതങ്ങൾക്കും അതിൻ്റേതായ ഒരു പവിത്രതയുണ്ട്. അപ്പോൾ സമൂഹത്തിൽ ഇത്തരം മതങ്ങളെയൊക്കെ ഒന്നും കൂടെ പുച്ഛിച്ച് കാണിക്കുന്ന രീതിക്കും അവർക്കൊരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് കാണിക്കുന്ന പോലെയാണ് ഈ സിനിമയിൽ എടുത്തു വച്ചിരിക്കുന്നത്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർ, സംവിധായകർ ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോലെ എനിക്കറിയില്ല. ആരായിരുന്നാലും ഇവർ ഈ സിനിമ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം പറയാം, കേരള സ്റ്റോറി സീസൺ 2 എന്ന് പറഞ്ഞ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സിനിമയിൽ കേരളമേ കാണിക്കുന്നില്ല. എന്നിട്ടും കേരളത്തിൻ്റെ പേരിൽ എന്തിനാണ് ഇങ്ങനൊരു സിനിമ കൊണ്ടിട്ട് നടപ്പിനെ ചിന്തിക്കുന്നത്. മറിച്ച് ഇതിൻ്റെ ഒന്നാം ഭാഗം നോക്കുകയാണെങ്കിൽ കുറച്ച് മലയാളി ടച്ച് എടുത്താണ് ഒന്നാം ഭാഗം എടുത്തേക്കുന്നത്. അതിൻ്റെ തീമും ഈ ഒരു തീവ്രവാദി സംഘടനയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റും കാരണം തന്നെയാണ് ഇതിലും കാണിച്ചു ഉപയോഗിക്കുന്നത്. അത്തരം ഒരു കഥയാണ് ഈ സിനിമയെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നൊരു കാര്യം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇത് പൂർണ്ണമായിട്ടും ഒരു വർഗീയത ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ്. ഇനി ട്രെയിലറിൽ എന്തെല്ലാമാണ് കാണിക്കുന്നുള്ള ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ബീഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അതാണ് ഇതിനകത്ത് ഏറ്റവും മർമ്മപ്രധാനമായിട്ട് കാണുന്ന സംഭവം. ഒരു പെൺകുട്ടി, ഒരു ഹിന്ദു പെൺകുട്ടി എനിക്ക് ബീഫ് വേണ്ട എന്നും പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ച് കളയാൻ നേരത്ത് ഇസ്ലാമിക് പരമായ കഥാപാത്രങ്ങൾ, ഈ സിനിമയിൽ വരുന്ന മുസ്ലിം കഥാപാത്രങ്ങൾ ആ പെൺകുട്ടിയുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് ആ പെൺകുട്ടിയെ കൊണ്ട് ബലം പിടിച്ച് തീറ്റിപ്പിക്കുന്ന ഒരു സംഭവം കാണാൻ വേണ്ടി പറ്റി. പിന്നെ മതം മാറാൻ വേണ്ടി പ്രയോഗിക്കുന്ന കുറേ സംഭവ വികാസങ്ങൾ, ഇതെല്ലാം കാണാൻ വേണ്ടി പറ്റി. ഓരോ പെൺകുട്ടീനെയും ഓരോ തീവ്രവാദികളായി നിൽക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് പ്രണയം നടിച്ച് അവരെ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ച് പിന്നെ വിദേശത്തേക്ക് കൊണ്ടുപോയി IS പോലുള്ള, ഹമാസ് പോലുള്ള തീവ്രവാദി സംഘങ്ങളിലേക്ക് പെടുത്തിയിട്ട് അവരെ വിൽക്കുകയോ അവിടെ കൊണ്ടിടുകയോ അല്ലെങ്കിൽ അവരെ വെച്ച് കുറേ ഓപ്പറേഷൻസ് ചെയ്യുകയോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഈ സിനിമയിൽ ഒന്നുകൂടെ കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ ഈ സിനിമ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ലാമികരുടെ കുറച്ച് തീവ്രവാദ പരിപാടികളും അല്ലെങ്കിൽ ഹിന്ദുക്കളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും കൂടെയൊക്കെയാണ് ഈ പടത്തിൽ ഇങ്ങനെ കാണിച്ചു പോയിരിക്കുന്നത്. ഇതാണ് തീമെന്ന് പറഞ്ഞൊരു സംഭവം, ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു പടം ഇന്ത്യക്ക് ആവശ്യമാണോ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പേര് വെച്ച് ഇത്രയ്ക്കൊരു വർഗീയത ഉണ്ടാകുന്നൊരു പടം ഇവിടെ ആവശ്യമാണോ എന്നാണിപ്പം ചിന്തിക്കുന്നത്. ഏതൊക്കെ രീതിയിൽ കൂടെ ഈ സിനിമയുടെ ഒരു പ്ലോട്ട് നോക്കിയിട്ടും നമ്മുടെ ഇന്ത്യക്കോ കേരളത്തിനോ ജനങ്ങൾക്കോ വേണ്ട ഒരു സിനിമ എന്ന് തോന്നില്ല. സത്യം പറഞ്ഞാൽ ജനനായകനൊന്നുമല്ല പോസ്റ്റ്പോണ്ടിങ് ചെയ്ത് വെക്കേണ്ട, ഇത്തരം വർഗീയത ഉണ്ടാകുന്ന സിനിമകളൊക്കെയാണ് ഇവിടെ പോസ്റ്റ്പോണ്ടിങ് ചെയ്ത് വെക്കേണ്ട. ആ ഒരു പോസ്റ്റ്പോണ്ടിങ് അവിടെ നടക്കേണ്ട പോലും. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ്റോ കോടതികളോ ഒന്നും ഇത്തരം സിനിമകളെന്ന് ഒരിക്കലും ഇവിടെ ഒരു പോരായ്മയായിട്ടു ഇതൊക്കെ ഒരു മോശം സിനിമയാണെന്നുള്ള കാര്യങ്ങളൊന്നും കാണിക്കാതെ അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു ജനനായകൻ പോലുള്ള പടങ്ങളൊക്കെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ട് ഇത്തരം പടങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് റിലീസിലേക്ക് അയക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതേ ഇന്ത്യയുടെ പോക്ക് ശരിയല്ല. ഒരു തീപ്പൊരി വർഗീയത, ഒരു കലാപം വീഴാൻ വേണ്ടി ഇന്ത്യ ഇങ്ങനെ നോക്കിയിരിക്കണം. പഴയ
ഗുജറാത്ത് കലാപം പോലെ സംഭവം ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെ ഇന്ത്യ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത്തരം വർഗീയതാപരമായ സിനിമകളെ ഇറങ്ങി കഴിഞ്ഞാൽ ഉള്ള സമാധാനം കൂടെ പോയി ജനങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് മാറും. ഇതിൽ തന്നെ അപ്പം ചെയ്യുന്നത് കേരളം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റായിട്ട് 20 വർഷങ്ങൾക്ക് ശേഷം മാറുമെന്നാണ് പറയുന്നത്. പിന്നെ അത് ഇന്ത്യയിലേക്ക് വ്യാപിക്കും. അപ്പോൾ അത് മറ്റ് മതസ്ഥരെ, ഹിന്ദു, ക്രിസ്ത്യൻസിനെയൊക്കെ ഒന്ന് ചൊടിപ്പിക്കും. പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന കുറേ തീമുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദു പെൺകുട്ടികളെ ഇസ്ലാമിക്കായി മാറ്റി പിന്നെ തീവ്രവാദ സംഘങ്ങളിലേക്ക് കൊണ്ടുവിടുന്ന ഒരു ബ്രൂട്ടൽ ഒരു വയലൻസ്, ഒരു എന്തിനാണ് ഇപ്പോൾ ആൻറ്റി സോഷ്യലിസം എന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരി പടം. അപ്പോൾ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഇവിടെ വരാൻ നേരത്ത് ചില വർഗീയ വിഷം തുപ്പാൻ കാത്തും ചില വ്യക്തിത്വങ്ങൾക്ക് പലതും തോന്നിയെന്നൊക്കെ വരാം. അപ്പോൾ കലാപങ്ങൾക്കൊരു മുതൽക്കൂട്ടാവും ഈ സിനിമയെ സിനിമയായിട്ട് പോലും കാണാൻ കഴിയാത്ത ഈ ഒരു തലത്തിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ വിശ്വസിക്കത്ത് പോലില്ല. അതോ അവർ കാര്യം വെച്ച് ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയേണ്ട. വിശദീകരിച്ച് പറയാൻ വേണ്ടി പോലും ഒന്നുമില്ല. ഇനി ഇത്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഈ സിനിമ മാക്സിമം നിങ്ങൾ വൺ ടൈം കാണാൻ വേണ്ടി പോകണമെങ്കിൽ കാണാൻ പോകാം. കണ്ട് കഴിഞ്ഞിട്ട് സിനിമയെ നമ്മുടെ സോഷ്യലിസമായിട്ട് ഒരു ജോയിൻ്റ് കൊണ്ടുവന്നിരിക്കുക. അതൊരു സിനിമ ലൈക്ക് സിനിമ. അതിനെ ഒരു വർഗീയതയാക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ മതത്തിന് അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളാക്കാനോ നിൽക്കാതെ സിനിമയായിട്ട് കണ്ടങ്ങ് വിടുക. അതാണ് വേണ്ടത്. അവർ ഇറക്കുകയോ ഇറക്കാതിരിക്കുക, അതിനെ ഒരു വലിയ ഇഷ്യൂ ആക്കി മാറ്റാതിരിക്കാൻ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക. ഇതാണ് കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ കൊണ്ട് എനിക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ.